ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഇന്നലത്തെ ആ ഒരു സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ്. പക്ഷെ ലാസ്റ്റ് അവറിൽ നല്ലൊരു റിക്കവറി കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ടാറ്റാസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ചന്ദ്രശേഖർ റിസൈൻ ചെയ്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും ടാറ്റ ഗ്രൂപ്പിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. സോ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിരുന്നു ഇന്ന് സെല്ലിങ്ങിലേക്ക് പോകാനുള്ളത്. രണ്ടാമത്തെ കാരണം നമുക്കറിയാം, ഇപ്പോഴും യു എസും ഇറാനും തമ്മിൽ ഒരു കരാറിൽ എത്തിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ക്രൂഡിന്റെ പ്രൈസ് ഇപ്പോൾ 91 എത്തിയിട്ടുണ്ട്. സോ 75 വരെയൊക്കെ പോയ ഒരു ക്രൂഡിന്റെ പ്രൈസ് ആണ് ഇപ്പോൾ വീണ്ടും 91 എത്തിയത്. സോ അത് രണ്ടാമത്തെ ഒരു റീസൺ ആണ്. മൂന്നാമത്തെ കാരണം നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു 1000 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റർ 5500 കോടിയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ആ ലാസ്റ്റ് അവറിലാണ് അവർ ബൈ ചെയ്തത്. അതാണ് അങ്ങനെ പെട്ടെന്ന് ഒരു സ്പേക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാനും പറ്റിയത്. സോ ആക്ച്വലി ഈ ഒരു 5000 കോടി ഈ ഒരു വർഷത്തെ ഈ ഒരു മാസത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റർ നടത്തിയത്. മേ ബി ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് അവർ ബൈ ചെയ്തതായിരിക്കും. മാർക്കറ്റ് ഇപ്പൊ കാണാൻ പറ്റുന്നത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഈ ഒരു കഴിഞ്ഞ വീക്കിന്റെ ലോ, അതായത് 24,435 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ നമ്മൾ ഒരു ബിയറിഷ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്നാണ് അത് ശരിക്കും ബ്രേക്ക് ചെയ്തത്. ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫോൾ ആയി. പക്ഷെ നല്ല രീതിയിൽ റിക്കവറി ആയിട്ട് ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു ക്രൂഷ്യൽ ലെവലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബൈയിങ് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, ആദ്യം തന്നെ ഓൾറെഡി നല്ലൊരു ബൈയിങ്ങിലായിരുന്നു മാർക്കറ്റ്. നല്ലൊരു ബൈയിങ്ങിൽ പോയി ഇപ്പൊ ഒരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. സോ അത് ആ ഒരു പാറ്റേൺ കൺഫേം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് 24,600 മുകളിലേക്ക് വീണ്ടും വന്നാൽ മാത്രമേ അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. ഇനി നാളെ ഇന്നത്തെ ഈ ഒരു ക്യാൻഡിലിനെ വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴെ പോവും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഗ്യാപ്പുകളൊക്കെ മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. സോ അതാണ് എന്റെ ഒരു ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു റിവേഴ്സൽ ക്യാൻഡിലിനെ പോലെ ഉണ്ട്. മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നിട്ട്, സോ നാളെ തീർച്ചയായിട്ടും ഇന്നത്തെ ഹൈക്ക് മുകളിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് ബൈയിങ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ പ്രശ്നം ഇപ്പോഴും ക്രൂഡിന്റെ പ്രൈസ് തന്നെയാണ്. അത് ഇപ്പോഴും 91 സോ ഇനി നമുക്ക് ഗോൾഡിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ, ഗോൾഡിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻവെർട്ടർ ഹാമർ ക്രിയേറ്റ് ചെയ്തിരുന്നു ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിൽ. പക്ഷെ ഇന്ന് ആ ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്തിട്ടാണ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ പോലത്തെയാണ്. ഇപ്പൊ ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് അതേപോലത്തെ ക്യാൻഡിൽ, നാളെ ഈ ഒരു ക്യാൻഡിലിന്റെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ആ ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇന്നലെ ഗോൾഡിൽ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ക്യാൻഡിലിന്റെ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് റിവേഴ്സ് ചെയ്യുന്നു. സോ മാർക്കറ്റ് ഈ ഒരു ഹയർ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ മാർക്കറ്റ് ഗോൾഡ് നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സോ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എനിവേ ഇപ്പോഴും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വളരെ അഗ്രസീവായ ട്വീറ്റുകളൊക്കെ വരുന്നുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ ഹോർമൂസ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും രീതിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ചേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിവേ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ ഓവറോൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.